അപ്പോൾ ഇതൊരു സ്റ്റഡി വ്ളോഗാണ്. ഞാൻ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഒരു ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതൊരു നൈറ്റാണ്. ഐ തിങ്ക് ഒരു മെയ് 8th 9th അടുപ്പിച്ചുള്ള ദിവസമാണ്. ഞാൻ രാത്രിയാണ് ആക്ച്വലി റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അതാണ് 9 മണി കാണിച്ച് രാത്രി 9 മണിയാണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും പഠിച്ചുകൊണ്ടിരുന്നത് ഹിസ്റ്ററിയാണ്. കാരണം ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ളത് ഹിസ്റ്ററിയിലായിരുന്നു. അപ്പം ഈ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തത് ഹിസ്റ്ററിയാണ്. പിന്നെ കുറച്ച് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ. അപ്പോൾ ഈ സ്റ്റഡി വ്ളോഗിൻ്റെ ഒപ്പം തന്നെ എനിക്ക് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് റിസോഴ്സസിനായിട്ട് നമ്മൾ മെയിനായിട്ടും PSC ആസ്പിറൻസ് നോക്കുന്നത് യൂട്യൂബിലോട്ടാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കണ്ടൻറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി പ്രിലിംസ് 10 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാം, ക്രാഷ് കോഴ്സ് പോലെ ചെയ്യാം, 10 ദിവസം കൊണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവും കൂടി എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് സിൻസ് ഐ എം എൻ ആസ്പിറൻറ്റ് അതിൻ്റെ ഒരു ആക്ച്വൽ റിയാലിറ്റി മറുപടി തരാൻ എനിക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഫേസ് 1 എക്സാം കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ മീഡിയം ടു ഹാർഡായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഒരുവിധം പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ഒരു 60-70 മാർക്സോളൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ബിക്കോസ് കുറേ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിനേക്കാളും ഒരുപാട് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷൊക്കെയാണ് പൊതുവെ നമുക്ക് അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു റീജിയൻ. അതായത് അറിഞ്ഞുകൂടാതെ കുറേ വൊക്കാബുലറി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് മാർക്ക് താഴോട്ട് പോകും. അങ്ങനത്തെ ഒരു പേപ്പറിലായിരുന്നു ഇംഗ്ലീഷിൻ്റെ കേസിൽ. മാത്സും മോഡറേറ്റ് ആയിരുന്നു. നമ്മളൊരു അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടി, അതായത് ഇപ്പോൾ കോച്ചിങ് എടുത്തോ എടുക്കാതെയോ പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിക്കാണെങ്കിൽ അങ്ങനെ പുതുമയുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയാൻ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും ആവറേജാണ്. മലയാളവും പഠിക്കുന്ന ഒരു കുട്ടിക്ക് പറ്റും. GKയിൽ ആക്ച്വലി അഡ്വാൻറ്റേജാണ് ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെന്ന് കണ്ട് പാനിക്കായ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് മാർക്ക് നഷ്ടമായിട്ടുള്ളത്. പക്ഷേ അതിന് പകരം ഈവൻ സയൻസ് ആൻഡ് ടെക്നോളജി, ബാക്കി ഒരുപാട് ടോപ്പിക്സിനൊക്കെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു എക്സാം പഠിക്കാത്ത ഒരു കുട്ടിക്കും ഒരുവിധം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയാം, മാത്സൊക്കെ ഒരുവിധം കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വെറുതെ പോയി എഴുതിയാലും ചിലപ്പോൾ എന്തെങ്കിലും പ്രിലിംസ് ക്ലിയർ ആയി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് ലക്കാണ് കിട്ടുന്നത്. അടുത്ത് മെയ് 16th ജൂണിലും എഴുതാൻ പോകുന്ന എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെന്ന് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരിക്കലും ഒരു സെയിം ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 3 ഫേസസിലായിട്ട് കാണാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അത് പറ്റത്തുമില്ല. നമുക്കങ്ങനെ ക്വസ്റ്റ്യൻ ഇടുക എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഈസി അല്ല. അപ്പോൾ അടുത്തത് നമുക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവൽ കൂടിയ ഒരു എക്സാമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എസ്പെഷ്യലി മാത്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും കുറച്ചധികം വർക്ക് ചെയ്ത് കിട്ടുന്നതാണ്. കാരണം നമുക്ക് പഠിക്കാൻ, ആ കുട്ടികൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ സമയം കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടഫായി കാണാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഇനി ഇപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റേജ് 3 ആണ്. ഇനി നമുക്ക് സ്റ്റേജ് 2 എക്സാം 2 ദിവസമേ ഉള്ളൂ. സ്റ്റേജ് 3ക്ക് ഒരു 2-3 ആഴ്ച സമയമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. ഒരു 20 ഡേയ്സ് എന്തായാലും. ഈ 20 ഡേയ്സ് കൊണ്ട് ഒരു ബിഗിനറിന് പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര ബൈ ചാൻസ് ആയിട്ട് ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ വരുവാണ്. അപ്പോൾ ഇംഗ്ലീഷും മാത്സൊക്കെ അത്യാവശ്യം അറിയാവുന്നൊരു കുട്ടി ഈസി ആയിട്ട് സ്കോർ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് കിട്ടും. അല്ലാതെ ഒരു ബിഗിനറിന് ഒരിക്കലും പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് കിട്ടാനുള്ള ഒരു സമയമില്ല. അതാണ് റിയൽ സൈഡ് എന്ന് പറയുന്നത്. കാരണം കോമ്പറ്റീഷനൊക്കെ ഇപ്പം ഭയങ്കര ഹൈ ആയിട്ടിരിക്കുവാണ്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ തന്നെ ഒരുപാട് കുട്ടികളെ അറിയാൻ പറ്റും. ഓൺലൈൻ ഒരുപാട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഓൾറെഡി ലിസ്റ്റുകളിൽ വന്നിട്ടുള്ള കുട്ടികളുണ്ട്. ആൻഡ് ഇപ്പോൾ കട്ട് ഓഫുകളെല്ലാം കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും പഠിക്കുന്ന കുട്ടികളുടെ ഒപ്പം നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത്. 5.5 ലക്ഷം പേരാണ് ഡിഗ്രി പ്രിലിംസിന് അപ്ലൈ ചെയ്ത് എഴുതാൻ പോകുന്നത്. കുറച്ച് പേര് എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈ പൂളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു റിയാലിറ്റി സൈഡാണ്. പഠിച്ചാൽ കിട്ടും. ഒരു ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 6 to 7 months പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അത് ഇംഗ്ലീഷ് മീഡിയം എന്നോ മലയാളം മീഡിയം എന്നല്ല, ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഒരു 6 to 7 months കൊണ്ട് ഒരു ജനറൽ PSCയിൽ ലിസ്റ്റിൽ കയറി തുടങ്ങാൻ പറ്റുന്ന ഒരു ലെവലിൽ പഠിക്കാൻ പറ്റും. അത്രയും ആവശ്യമാണ്. കാരണം നമുക്ക് പഠിക്കാൻ ആക്ച്വലി ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഈ 6-7 മാസം എന്ന് പറയുമ്പോൾ ചിലരൊരു 6 മാസത്തെ PSC കോഴ്സ് എടുത്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സമയങ്ങളിൽ പല തവണ നമുക്ക് പറ്റുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദാറ്റ്
നമ്മൾ ഒരു ജനറൽ പീസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ജനറൽ പീസിലോട്ട് ഇറങ്ങുമ്പോൾ അതൊരു പുതിയൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് സ്യൂട്ടായി വരാനും അഡാപ്റ്റായി വരാനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈം നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം. അപ്പോൾ ഒരു 1-2 മന്ത്സ് കഴിഞ്ഞിട്ടുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമൊക്കെ പഠിച്ച് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു റിയലിസ്റ്റിക്സ് ആയിട്ട് നിങ്ങളെല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. താങ്ക് യു.